പ്രൈസ് ദി ലോർഡ്. രാവിലെ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കരേറ്റുന്നു. വീണ്ടും നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് ദൈവസന്നിധിയിൽ സമയം വേർതിരിക്കുവാൻ കർത്താവ് നമുക്ക് സാവകാശം നൽകിയല്ലോ. ചുരുക്കം പേരാ ഇന്ന് ഈ സാങ്ച്വറിയിൽ കടന്നു വന്നിരിക്കുന്നതെങ്കിലും ദൈവവചനത്തിൻ്റെ പഠനത്തിനായിട്ട് അതാത് സ്ഥാനങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുന്നവരും വളരെ ശ്രദ്ധയോടെ ഈ സമയത്തെ വേർതിരിച്ച് ദൈവവചന പഠനത്തിനായിട്ട് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഓൾറെഡി ജോയിൻ ചെയ്തിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാവിലെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരംഭിച്ച പഠനഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. മത്തായി സുവിശേഷം അതിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു. അതിനെയും സമയത്തിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് വീണ്ടും വായിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല. എങ്കിലും അതിൽ നിന്ന് പല കാര്യങ്ങൾ ഇന്ന് രാവിലെ നമ്മൾ വീണ്ടും ആവർത്തിച്ച് ഓർക്കുവാൻ ശ്രമിക്കുകയാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അതിൽ നിന്ന് ആരംഭമായിട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ കാണുവാൻ തക്കവണ്ണമിടയായി. ആ പാരബിളിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിൻ്റെ പശ്ചാത്തലം നമ്മൾ കണ്ടു. അതിന് മുമ്പായിട്ട് വരുന്ന പാരബിൾ എന്തിനെക്കുറിച്ച് പറയുന്നു എന്ന് നമ്മൾ കണ്ടു. ഇതിന് വൈസ് ആൻഡ് ഫുളിഷ് വെർജിൻസ് അല്ലേ. അപ്പോൾ അത് കാത്തിരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എന്നാൽ ഈ പാരബിളിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർത്തതുപോലെ വർക്കിംഗ് ഫോർ ദ ലോർഡ്, ഒരുങ്ങിയിരിക്കുമ്പോൾ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നു. ചില ചോദ്യങ്ങൾ ഈ പാരബിളിനോട് ചോദിച്ചുകൊണ്ട് നമ്മൾ ഈ പഠനം ആരംഭിപ്പാൻ തക്കവണ്ണമിടയായി. 1 പത്രോസ് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ കൃപ, ഗിഫ്റ്റുകൾ, താലന്തുകൾ, ബി യൂസ്ഡ് ടു സെർവ് അതേഴ്സ്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് അത് ഉപയോഗിക്കേണ്ടതിൻ്റെ അത്യന്താപേക്ഷിത അനിവാര്യത ആ ഭാഗത്ത് പറയുന്നുണ്ട്. 1 പത്രോസ് 4:10-11 വാക്യങ്ങളിൽ ഓരോന്നിനെക്കുറിച്ചും ഓരോ ശുശ്രൂഷകളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇഫ് പ്രീച്ചിങ് ആസ് ഇഫ് ഇറ്റ് ഈസ് ദി അട്ടറൻസ് ഓഫ് ആൻ ഓറക്കിൾ ഓഫ് ഗോഡ്, അല്ലെ, ശുശ്രൂഷിക്കുന്നവരെങ്ങനെ ചെയ്യണം, പ്രസംഗിക്കുന്നവരെങ്ങനെ ചെയ്യണം, ഓരോ ശുശ്രൂഷകളും ചെയ്യേണ്ടത് ഏത് മനോഭാവത്തോടെ ആയിരിക്കണമെന്നെല്ലാം ആ ഭാഗം പറയുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പഠനം നമ്മൾ തുടരുന്നത്. നമ്മൾ ആ ഡിസ്ട്രിബ്യൂഷൻ, ആ ടാലൻസ് എങ്ങനെയാണ് യജമാനൻ തൻ്റെ ദാസന്മാരുടെ മധ്യേ അവർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനെ അവരെങ്ങനെ ഉപയോഗിച്ചു എന്ന് നമ്മൾ ഈ പാരബിളിൽ കൊടുത്തിരിക്കുന്നു. ഒരു കണക്കെടുപ്പിൻ്റെ ദിവസം വന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമ്മൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ പാർട്ട് ഓഫ് ദ പാരബിൾ ഇന്ന് രാവിലെ. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ അതിനകത്ത് നമുക്ക് ഒന്നുകൂടി ഓർക്കാനുള്ളത്, what we have is not ours. The talents or the giftings, whatever we have, they are not ours. നമുക്കുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്, നമ്മൾ അവകാശപ്പെടുന്ന പലതും വാസ്തവത്തിൽ നമ്മുടേത് അല്ല. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? മർക്കോസ് 13:34 മുതൽ 37 വരെ. മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 13 വേഴ്സസ് 34 to 37. ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായിക കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു, ഉണർന്നിരിപ്പീൻ. ആമേൻ. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ സ്വത്ത് കാര്യങ്ങൾ എല്ലാം തൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ചിട്ട്, അതുകൊണ്ട് വ്യാപാരം ചെയ്യുവാൻ അവരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. സോ അങ്ങനെ പോകുന്ന ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ. അപ്പം ഈ താലന്തുകളുടെ വ്യാപാരം എന്ന് പറയുമ്പം അത് ലഭിക്കുന്നവർക്കെല്ലാം അറിയാം, അത് അവരുടെ സ്വന്തം അല്ല.
താൽക്കാലികമായിട്ട് യജമാനൻ മടങ്ങി വരുന്നത് വരെ അത് ഉപയോഗിപ്പാൻ, അതുകൊണ്ട് വ്യാപാരം ചെയ്യുവാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. എന്നാൽ അതിനകത്ത് ഏറ്റവും വലിയ അപകടം പതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈം കൺഫേംഡ് അല്ല. എപ്പോഴാണ് മടങ്ങി വരുന്നത്? ആ ഭാഗത്ത് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. യജമാനൻ എപ്പോൾ വരുമെന്നറിയായുകൊണ്ട്, സന്ധ്യയ്ക്കാണോ വരുന്നത്, അർദ്ധരാത്രിക്കാണോ, കോഴി കൂവുമ്പോഴാണോ, മധ്യാഹ്നത്തിലാണോ, എപ്പോഴാണ് വരുന്നതെന്ന് അറിയായുകൊണ്ട് ഉണർന്നിരിപ്പീൻ. എന്നിട്ട് കർത്താവ് അത് അവസാനിപ്പിക്കുന്നത്, ഞാൻ ഈ പറയുന്നത് നിങ്ങളെല്ലാവരോടും പറയുന്നു, നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന് അവിടെ പറയുന്നു. എല്ലാവരോടും പറയുന്നു, ഉണർന്ന് ഇരിപ്പീൻ. സോ ഇത് വ്യാപാരം ചെയ്യുവാനായിട്ട് താൽക്കാലികമായിട്ട് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. വാട്ട് വി ഹാവ് ഈസ് നോട്ട് അവേഴ്സ്, അല്ലേ? നമ്മെ ഇത് ഏൽപ്പിച്ചതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്തുവാ? the control of this wealth, the right use of this wealth and the multiplication of this wealth. നമ്മളെ ഒരു താലന്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമ്പത്ത് ആദികൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ, കഴിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ശരിയായിട്ട് ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. പിന്നെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ, അതിൻ്റെ ഗുണീകരണം, അതിൻ്റെ വർധനവിൻ്റെ ഉത്തരവാദിത്വവും നമുക്ക് ഉള്ളതാണ്. ഈ താലന്തുകളുടെ വർധനവിൻ്റെ ഉത്തരവാദിത്വം നമ്മിൽ ഉള്ളതാണ്. അപ്പോൾ ഒരു വിശ്വസ്തനായ ഒരു കാര്യവിചാരകൻ്റെ കരത്തിൽ താൻ പല കാര്യങ്ങൾ അവനവന് അതത് വേല കൊടുത്തിട്ട്, അല്ലേ, സമ്പത്ത് വിഭാഗിച്ചു കൊടുത്തിട്ട് അതത് വേലയും അവനവന് കൊടുത്തിട്ട്, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള വേല, ശുശ്രൂഷകൾ പകുത്തു കൊടുത്തിട്ട് യജമാനൻ ദൂരത്തേക്ക് പോവുകയും. അപ്പം ദൈവവചനത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. വിശ്വസ്തതയല്ലോ അവൻ കാര്യവിചാരകന്മാരിൽ അന്വേഷിക്കുന്നത്. വിശ്വസ്തതയല്ലോ. ഒരു കാര്യവിചാരകനിൽ ഏൽപ്പിച്ച് കൊടുത്ത ഒരാളിൽ ദൈവം എപ്പോഴും അന്വേഷിക്കുന്നത് വിശ്വസ്തതയാണ്. മോശ തൻ്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. അത് എടുത്തു പറയുക. അപ്പം ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തതയാണ് നമ്മിൽ. വിശ്വസ്തത, ആ വിശ്വസ്തതയുടെ ഭാഗമാണ്, ഏറ്റവും പ്രധാന ഭാഗമാണ് ഇത് എൻ്റേതല്ലെന്നുള്ള തിരിച്ചറിവ്. ലഭിച്ചു കഴിയുമ്പോൾ തികഞ്ഞവനായി എന്നുള്ള ഭാവം നമ്മിൽ ഉണ്ടാകാതെ നമുക്കുള്ള കഴിവുകളും താലന്തുകളും സമ്പത്താദികളെല്ലാം എൻ്റേതല്ല എന്നുള്ള തിരിച്ചറിവോടെ ജീവിപ്പാൻ നമുക്കിടയാവും. വാട്ട് വി ഹാവ് ഈസ് നോട്ട് അവേഴ്സ്, അല്ലേ? ഈ ലഭിച്ച ദാസന്മാർക്ക് യാതൊരു സംശയവും ഇല്ലായിരുന്നു. അത് അവരുടേതല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലായിരുന്നു. എന്നാൽ അത് പലപ്പോഴും അവർ ഒരു സ്ലാക്കിങ് വരാൻ സാധ്യതയുണ്ട്. ഒരു അലസത അതിൽ വരുവാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് ഓർത്ത് പറയുന്നത്, വി ഹാവ് ദീസ് മിനിസ്ട്രീസ് ബൈ ദ മേഴ്സീസ് ഓഫ് ഗോഡ്. കരുണ ലഭിച്ചിട്ട് നമുക്ക് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ മടുത്തുപോകാതെ, കൂടെ ഒരു റിമംബ്രൻസാ, ഓർമ്മയാ. എന്തുവാ ഓർമ്മ? ഈ ശുശ്രൂഷ എനിക്ക് ലഭിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാൽ മാത്രമാണ്. കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ കൂടെ ഓർത്തുകൊള്ളണം. താലന്തുകൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കഴിവുകൾ, റിസോഴ്സസ്, സൗകര്യങ്ങൾ, സമയം, നല്ല കുടുംബം, നല്ല ജോലി, നല്ല അന്തരീക്ഷം എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം കൂടുക. ഓരോ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കും തോറും നമ്മുടെ ഉത്തരവാദിത്വം കൂടുക. ഓരോ ലേണിങ്ങും ഉണ്ടാകും തോറും ഉത്തരവാദിത്വം കൂടുകയാണ്. റിസോഴ്സസ് വർദ്ധിക്കും തോറും ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. അതിൽ തന്നെ നമ്മൾ ഗർവിഷ്ഠരാകാനായിട്ടോ അഭിമാനിക്കാനായിട്ടോ ദുരഭിമാനമുള്ളവരായിട്ടൊക്കെ ജീവിക്കാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്വം കൂടുന്നല്ല കർത്താവേ, വിശ്വസ്തയോടെ ഇതിനെ വ്യാപാരം ചെയ്യുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നവരാകണം. വാട്ട് വി ഹാവ് ഈസ് നോട്ട് അവേഴ്സ്. ദൈവവചനത്തിൽ കൂടെ പറയുന്നു. 24-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്, ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളത്. ഇതെല്ലാം യഹോവയ്ക്കുള്ളതാ. ഹഗായി പ്രവചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളതെന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇതെല്ലാം എനിക്കുള്ളതാ എന്ന് കർത്താവ് പറയാം. നിങ്ങൾ എനിക്ക് എന്തോ നൽകുന്നത്?
ഇതെല്ലാം എനിക്കുള്ളതാ, ഞാനിത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ഐ എം ജസ്റ്റ് എൻട്രസ്റ്റിംഗ് ദീസ് വിത്ത് യു. ഡു ബിസിനസ് വിത്ത് ദാറ്റ്. ദാറ്റ് ഇസ് വാട്ട് ദ ലോർഡ് ഈസ് സെയിങ്. ഇതുകൊണ്ട് വ്യാപാരം, ഹി ഹാസ് ദ റൈറ്റ് ഓവർ എവറിഥിങ് ദാറ്റ് വി ഹാവ്. അല്ലേ? യോ പറഞ്ഞു, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുക. He has the right, I only have the responsibility. അവകാശം അവൻ്റേതാ, അധികാരം അവൻ്റേതാ, എനിക്കാകെ എന്താ ഉള്ളത്? ഉത്തരവാദിത്വമാവുള്ളൂ. Are you with me? Agreeing with me or not? Amen. അത് നമ്മുടെ പ്രവൃത്തി കാണണം. എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രവൃത്തിയെ കാണണം. He has the right, I only have the responsibility. He is the master, I am only the manager. യജമാനൻ അവനാ, ഞാൻ വെറും മാനേജരാ. He is the sovereign, I am only the servant. പരമാധികാരി എൻ്റെ ദൈവമാണ്, ഞാൻ വെറും ദാസനാ. ഞാൻ വെറും ദാസനാ. Until we recognize this truth, we will not be good managers of what is entrusted to us. ഈ സത്യം ഒന്ന് അകത്ത് കയറുന്നത് വരെ, അന്തരംഗത്തിൽ ഒന്ന് ആഴത്തിൽ പതിയുന്നത് വരെ നല്ല മാനേജേഴ്സ് ആകാൻ പറ്റത്തില്ല നമുക്ക്. Are you with me? കേൾക്കുന്നുണ്ടോ? നല്ല മാനേജേഴ്സ് ആകാൻ പറ്റത്തില്ല. ഈ സത്യം അകത്തേക്ക് ഇറങ്ങി ചെല്ലണം. I am only a manager. He is the master. അധികാരി അവനാ, പരമാധികാരി അവനാ, ഞാൻ വെറും ഭൃത്യന. ഇത് മാനേജ് ചെയ്യുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. So let us pray that we will be able to understand that we don't own anything. നമ്മുടെ നാട്ടിലൊക്കെ വസ്തുവിൻ്റെ ഒക്കെ കൈമാറ്റമൊക്കെ നടന്നു കഴിയുമ്പോൾ അവസാനം ചെയ്യുന്നൊരു കാര്യമുണ്ട്, മ്യൂട്ടേഷൻ. അല്ലേ? എന്നാ പറയുന്നത്? പോക്കുവരവ്. പോക്കുവരവ് നടത്തും. അപ്പം സെയിൽ ഡീഡ് എല്ലാം ചെയ്താലും ആധാരമൊക്കെ എഴുതിയാലും ഫൈനലി അത് ഒരാളിൻ്റെ പേരിൽ കൂട്ടി അവകാശം പറയുന്ന എന്ന് പറയുന്ന പോക്കുവരവ് ചെയ്യുമ്പോഴാണ്, മ്യൂട്ടേഷൻ ചെയ്യുമ്പോഴാണ്. അപ്പം പിന്നെ പറയും ഐ ആം ദ ഓണർ. അവസാനത്തെ സ്റ്റെപ്പ് എടുത്തു, ഇതെല്ലാം എനിക്കുള്ളതാണ്, ഈ കാണുന്ന സർവവും എനിക്കുള്ളത്. പിശാച് പറഞ്ഞതുപോലെ ഈ കാണുന്ന സർവവും എനിക്കുള്ളത്. You know, but a truth that should dawn on us is that we don't ultimately own anything in this world. ഈ ലോകത്ത് നമുക്കൊന്നും സ്വന്തമല്ല. നമ്മൾ സ്വന്തമായിട്ട് അവകാശപ്പെടുവാനൊന്നുമില്ല. Our days are in his hands. ഓർത്തുകൊള്ളണം, നമുക്കൊന്നും സ്വന്തമല്ലെന്ന് മാത്രമല്ല, നമ്മുടെ കാലഗതി എല്ലാം അവൻ്റെ കരത്തിലാ ഇരിക്കും. സ്തോത്രം. ഏത് സമയത്തും നമുക്ക് മരണം സംഭവിക്കാം. You know, death is a surety. Time is not what we are not sure about, right? സമയത്തിൽ മാത്രം തീർച്ചയില്ല. അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് എപ്പോഴാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. So, you know, our days are in his hands. കാലഗതി എല്ലാം അവൻ്റെ കാര്യത്തിലായിരിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, you know, our gifts and talents are a loan from him. കുറച്ച് നാളത്തേക്ക് കടമായിട്ട് തന്നിരിക്കുക, വായ്പയായിട്ട് തന്നിരിക്കുക, ഉപയോഗിച്ചോ എന്നും പറഞ്ഞ് തന്നിരിക്കുക. ഇതുകൊണ്ട് വ്യാപാരം ചെയ്തോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നതേ നമ്മുടെ പക്കലുള്ളെന്ന്. Our money is an advance from the Almighty God. സർവശക്തനായ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ഒരു അഡ്വാൻസ് ഇങ്ങോട്ട് തന്നിരിക്കുക. എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. Our houses, our cars, our clothes, our every possession that we have do not belong to us. So what we have is not ours. ഒന്ന്. രണ്ട്, we are given what we can handle. നമുക്ക് ലഭിച്ചത് ഉപയോഗിക്കാതിരിക്കുന്നതിന് യാതൊരു ഒഴികഴിവുമില്ല. There is no excuse. No excuse for not using rightly what we have been given. കാരണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇവിടെ ഈ താലന്തുകളുടെ ഉപമ ശ്രദ്ധിച്ചു നോക്കി. 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 2, ഒരുവന് 1. ഇങ്ങനെ ഓരോരുത്തന് അടുത്ത് എന്നാന്ന് നോക്കി, അവനവൻ്റെ പ്രാപ്തി പോലെ.
അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. One person who got 1 talent, which was equivalent to $300,000, right? $300,000. 2 താലന്ത് കിട്ടിയവന് $600,000. 5 താലന്ത് കിട്ടിയവന് 1.5 million. ഇൻ ദോസ് ഡേയ്സ് ആ സമയത്ത് അതൊക്കെ ഈ മില്യനേഴ്സ് ആയിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ സമ്പന്നന്മാരെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ അത് ബില്യനേഴ്സ് ആയത്. ഇപ്പം ട്രില്യനേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അല്ലേ. അന്നത്തെ കാലത്ത് ഒരു മില്യനർ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഒരു മില്യനറാ ഈ വ്യക്തി അന്നത്തെ കാലത്ത്. അതുപോലെയുള്ള സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. 5 താലന്ത് ഒരുവന് കൊടുത്തു, ഒരുവന് 2 താലന്ത്, 600,000 equivalent. And then one was given 300,000 or 1 talent. അപ്പം ഡിസ്ക്രിമിനേഷൻ അല്ലേ? യജമാനൻ കാണിച്ചത് മുഖപക്ഷമല്ലേ? നോ, റീസൺ ഈസ് ഗിവൺ ദെയർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കൊടുത്തത്? അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. പ്രാപ്തി പോലെ. നമുക്ക് ഓരോരുത്തർക്കും പ്രാപ്തി പോലെയാ കർത്താവ്. അതുകൊണ്ടാണ് എന്നെ ബില്ലി ഗ്രാമിനെ പോലെ ആക്കാൻ. ബിൽ ഗേറ്റ്സിനെ പോലെ എനിക്ക് പൈസ തന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ പണ്ടേ മരിച്ചു പോകാൻ. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ ഹൗ ടു ഹാൻഡിൽ. എനിക്ക് ആകപ്പാടെ അറിയാവുന്നതാ കർത്താവ് എൻ്റെ കരത്തിൽ തരുന്നത്. എനിക്ക് വ്യാപാരം ചെയ്യുവാൻ എൻ്റെ പ്രാപ്തി എൻ്റെ കർത്താവിനറിയാം. ആ പ്രാപ്തിക്ക് അനുസരണമായിട്ട് എനിക്ക് തരുന്നത് അത് ഉപയോഗിക്കാതിരിക്കുന്നതിൽ യാതൊരു ഒഴികഴിവുമില്ല. സ്തോത്രം. നമുക്ക് കഴിവില്ലാത്തതിൻ്റെ അക്കൗണ്ട് കർത്താവ് ചോദിക്കുകയല്ല നീ, പക്ഷെ കഴിവുള്ളതിൻ്റെ അക്കൗണ്ട് ചോദിക്കുക തന്നെ ചെയ്യും. വാട്ട് വി ഹാവ് ബിക്കംസ് അവർ റെസ്പോൺസിബിലിറ്റി. നമുക്കുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായി തീരുകയാണ്. യേശു ബേഥാന്യയിൽ ഇരുന്നപ്പോൾ ഒരു സ്ത്രീ വിലയേറിയ വെങ്കൽ ഭരണി തൈലം കൊണ്ടുവന്ന് ആ ഭരണി ഉടച്ച് അവൻ്റെ തലയിൽ ആ തൈലം പൂശി. എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. ഈ തൈലമെല്ലാം വിറ്റ് 300 വെള്ളിക്കാശിലധികം പണത്തിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു അവരോടെല്ലാം അവരെ വഴക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അവളെ വെറുതെ വിടുക. അവൾ നല്ല പ്രവൃത്തിയാ എങ്കിൽ ചെയ്തത്. എന്താ നല്ല പ്രവൃത്തി? അവൾ തന്നാൽ ആവത് ചെയ്തു. തന്നാൽ ആവത് ചെയ്തു. She did what she could എന്ന കർത്താവ്. അത് നല്ല പ്രവൃത്തിയാ. എന്നിട്ട് കർത്താവ് പറയും, ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തല്ല അവൾ ചെയ്തതും പറയപ്പെടും. സ്തോത്രം. അവൾ വലിയ മഹാകാര്യമൊന്നും ചെയ്തെന്നല്ല, തന്നാൽ ആവത് അവൾ ചെയ്തു. ആലയത്തിൽ ശ്രീഭണ്ഡാരത്തിൽ വഴിപാട് ആളുകൾ അർപ്പിക്കുമ്പോൾ യേശു കർത്താവോട് നിന്നുകൊണ്ട് പറയുക, ഒരുപാട് വലിയ വലിയ തുകകൾ ഇട്ടവരുണ്ടായിരിക്കാം, എന്നാൽ ഒരു സ്ത്രീ വന്ന് 2 ചില്ലിക്കാശിന് തുല്യമായ നാണയം ഇട്ടപ്പോൾ യേശു കർത്താവ് അവരുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് പറയും, ഇവരെല്ലാവരിലും ഇട്ടതിലും അധികം ഈ സ്ത്രീ ഇട്ടിരിക്കുന്നു. എങ്ങനെയാ അത് കർത്താവ് അങ്ങനെ പറഞ്ഞത്? ആ ഒരു നിർണയത്തിൽ എത്തിച്ചേർന്ന് അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തനിക്ക് ഇല്ലായ്മയിൽ നിന്നുള്ളത് മുഴുവൻ എന്ന് പറയുന്നു. തന്നാലാവത്. സ്തോത്രം. സോ നമുക്ക് ഓരോരുത്തർക്കും ഒഴികഴിവില്ലാത്തവണ്ണം കർത്താവ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നതിനെ കുറിച്ച് ഒരു എക്സ്ക്യൂസ് പറയാനില്ലെന്നാ പറയുന്നതിന്റെ അർത്ഥം. നമ്മളിൽ ആരാ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരുടെ കുറ്റം, ഇവരുടെ കുറ്റം, അന്നങ്ങനെ ചെയ്തുകൊണ്ട്, ഇവരങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയാ. All kinds of excuses, right? But there is no excuse, no reason for excuse. എനിക്കും നിങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെ പ്രാപ്തി പോലെ കർത്താവ് തരികയാണ്. Not only about money, about all our talents, all our resources, our time, our abilities, our ability to help others, serve others, to live for the Lord, for the kingdom. ഇതെല്ലാം നമുക്ക് പ്രാപ്തി പോലെ തന്നിരിക്കുകയാണ്, according to our abilities. Right? അതുകൊണ്ട് ഓരോന്നിനെയും എങ്ങനെ എടുക്കണം? ദാദാ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ മുമ്പേ ഉദ്ധരിച്ച ആ വാക്യം അല്ലേ? അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരത്തെയും പ്രസംഗിക്കുന്നവനാണെങ്കിൽ അരുളപ്പാട് പോലെ, ഇത് ദൈവം നൽകുന്ന വചനം, ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്നത് പോലെ പറഞ്ഞോണം. ശുശ്രൂഷിക്കുന്നവൻ അങ്ങനെ
ഓരോ ശുശ്രൂഷകളും നാം ചെയ്യുമ്പോൾ, ആലയത്തിലെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അത് എന്തുമാകട്ടെ, ഏത് ശുശ്രൂഷയുമാകട്ടെ, ഓരോ ശുശ്രൂഷകളും നാം ചെയ്യുന്നത് വിശ്വസ്തയോടെ ആയിരിക്കുക. ഒന്നുകൂടെ നമുക്കത് വായിക്കാം. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. He knows what you can handle. എനിക്ക് എന്ത് പ്രാപ്തി ഉണ്ടെന്ന് കർത്താവിന് അറിയാം, എൻ്റെ പ്രാപ്തി പോലെ. And he will ask account for that. അല്ലേ? കർത്താവ് അതിൻ്റെ അക്കൗണ്ട് എന്നോട് ചോദിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വി മസ്റ്റ് ഇൻവെസ്റ്റ് വാട്ട് വി ഹാവ് ബീൻ ഗിവൺ. നമുക്ക് തന്നിട്ടുള്ളത് എന്താണോ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത് നിക്ഷേപിക്കണം, അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കണം. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. മതി. ലുക്ക് അറ്റ് ദ കോൺട്രാസ്റ്റ്. ഇതിനകത്ത് എത്ര വിരുദ്ധമായിട്ട് രണ്ട് കൂട്ടരും, രണ്ട് ഗ്രൂപ്പും. 5 താലന്ത് കിട്ടിയവൻ, 2 താലന്ത് കിട്ടിയവൻ, 1 താലന്ത് കിട്ടിയ ആള്. ഇവർ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിക്കേ. The man who received 5 talents went at once. 5 താലന്ത് കിട്ടിയവൻ ഉടനെ ചെന്നു. ഒരു എർജൻസി. താലന്തുകളുടെ ശുശ്രൂഷകളുടെ വ്യാപാരത്തിന് നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ളതിനെ നാം ഉപയോഗിക്കുന്നതിൽ ഉണ്ടാകേണ്ട എർജൻസി. കർത്താവ് അതിനെ പല രീതിയിൽ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ദൈവവചനം പറയുന്നുണ്ട്. പകൽ ഉള്ളിടത്തോളം, അല്ലേ? അയച്ചവൻ്റെ വേല എന്ന് പറഞ്ഞാൽ പകല് എപ്പോഴും കാണുകയില്ലെന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? പകൽ കഴിവാറായി, രാത്രി വരാൻ പോവുക. The days are shortened. The time of the day is shortened. The night is coming when no man can work. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. രാത്രി വരുന്നു. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ ഈ വാണിംഗ് ധാരാളമായിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളതിനെ നാം ഉപയോഗിക്കണം. 5 താലന്ത് കിട്ടിയവനെ കുറിച്ച് എഴുതിക്കുക. ഉടനെ ചെന്നു. he went at once. 2 താലന്ത് കിട്ടിയവനും he went at once and started putting that money to use, the talent to use. 2 പേരെ കുറിച്ച് അങ്ങനെ പറയുന്നത്. 3-ാമത്തെ ആളിന് ഒരു ഡിഫറെൻ്റ് അപ്രോച്ചായിരുന്നു. അദ്ദേഹം അനേകർ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് ചെയ്തത്. എന്തുവാ? he went off എന്നാണ് എഴുതിയിരിക്കുന്നത്. he went off. അവൻ വിട്ടുപോയി. dug a hole in the ground. നിലത്തൊരു കുഴി കുഴിച്ചു. and hid his master's money എന്ന് അവിടെ എഴുതി, അല്ലേ? തൻ്റെ യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. കർത്താവ് വളരെ പിൻ പോയിന്റ് ചെയ്ത, വളരെ എത്ര ക്ലാരിറ്റിയോടെയാണ്, ഷാർപ്പായിട്ട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അവൻ വിട്ടുപോയി, നിലത്ത് കുഴി കുഴിച്ചു, യജമാനന്റെ ദ്രവ്യം അവൻ മറച്ചു വെച്ചു. he was a slacker. least profitable ആയിരുന്നു. ഏറ്റവും കുറവ് ലാഭമുണ്ടാകുന്ന, അല്ലെ ലാഭമൊന്നും ഉണ്ടാകാത്ത ഒരു കാര്യം അവൻ ചെയ്തു, യജമാനൻ. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന പ്രാപ്തി, കഴിവുകൾ എത്ര വിശ്വസ്തയോടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. എത്ര ഏർജൻസിയോടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് ശോധന ചെയ്യാം. നമുക്ക് തന്നതുകൊണ്ട് അത് പ്രയോജനമായി തീർന്നു എന്ന് പറയുവാൻ എന്തുണ്ട്? നമ്മൾ ദൈവസന്നിധിയിൽ വന്ന സമയം മുതലുള്ള സമയം എടുത്തു നോക്കി, നമ്മുടെ ജീവിതം എടുത്തു നോക്കി.
എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെട്ടത് കർത്താവിന് വേണ്ടി? ഏത് തരത്തിലാണ് നമ്മളൊരു അനുഗ്രഹമായി തീർന്നത്? ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചത് കൊണ്ട് നമ്മൾ അങ്ങനെ വ്യാപാരം ചെയ്ത് ഏത് തരത്തിലാണ് നമ്മൾ കർത്താവിന് വേണ്ടി ഉപയോഗം? ഐ എം നോട്ട് ഓൺലി ടോക്കിംഗ് അബൌട്ട് പാസ്റ്റേഴ്സ് ഓർ പ്രീച്ചേഴ്സ് ഓർ മിനിസ്റ്റേഴ്സ്, ordained people. No, every one of us is given talents and responsibilities. എങ്ങനെയായിരുന്നു നമ്മുടെ അപ്രോച്ച്? ഈ മനുഷ്യൻ മൂന്നാമത്തെ ആൾ പോയി നിലത്ത് കുഴിച്ച് അതിനകത്ത് മറച്ചു വെച്ചതുപോലെ ആ അപ്രോച്ച് ആയിരുന്നോ? അതോ ഉടനെ ചെന്നു വ്യാപാരം ചെയ്തു ലാഭമുണ്ടാക്കി അല്ലേ എന്നതുപോലെയായിരുന്നു? വാട്ട് ഈസ് the way we are using our potentials? നമ്മുടെ കഴിവുകളെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? സ്തോത്രം. 19-ാം വാക്യം, അടുത്ത കാര്യം, എ ഡേ ഓഫ് റെക്കണിംഗ് ഈസ് കമ്മിങ് ഫോർ ഷുവർ അല്ലേ? കണക്കെടുപ്പിന്റെ ഒരു ദിവസം വരുന്നുണ്ട്. എ ഡേ ഓഫ് റെക്കണിംഗ് ഈസ് കമ്മിങ് ബിക്കോസ് സം ഡേ വിൽ ബി എ പേ ഡേ. ഒരു പേ ഡേ വരാൻ പോകുന്നുണ്ട്. ആ പേ ഡേ വരുമ്പോൾ, പേയ്മെന്റ് ചെയ്യുന്ന ദിവസം വരുമ്പോൾ, when the master is going to settle accounts with us, how will we stand? എല്ലാവർക്കും അറിയാം ഒരു ദിവസം വരാൻ പോകുന്നത്. ഒരുത്തൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകുന്നുവെങ്കിലും തീയതാകുന്നുവെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നുണ്ട്. എല്ലാവരും പ്രാപിക്കും. അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കേണ്ടത്. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, so then each of us will give an account of himself to God. ഓരോരുത്തനും തന്നെ കുറിച്ച് തന്നെ ഉള്ള ഒരു അക്കൗണ്ട്, തൻ്റെ അക്കൗണ്ട് ദൈവത്തിന്റെ മുമ്പാകെ വയ്ക്കുന്ന ദിവസം വരുന്നുണ്ട്. 1 യോഹന്നാൻ 2:28, now dear children continue in him so that when he appears we may be confident and unashamed before him at his coming. അവന്റെ മുമ്പാകെ ലജ്ജിതരായി തീർന്നു പോകാതെ നിൽക്കേണ്ടതിന് അവനിൽ കണ്ടിന്യൂ ചെയ്തോണം. കണ്ടിന്യൂ ഇൻ ഹിം. എസ്കേൽ പ്രവചനം 22-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചേ. എസ്കേൽ 22:14. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ഈ ചോദ്യം നമുക്ക് നമ്മോടൊന്ന് ചോദിക്കാമോ? Let us ask ourselves this morning. Every one of us, please. Can we ask this question? കർത്താവ് കാര്യം തീർക്കുന്ന ഒരു നാൾ വരുന്നുണ്ട്. എൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ധൈര്യത്തോടെ എനിക്ക് നിൽക്കുവാൻ തക്കവണ്ണം കഴിയുമോ? സ്തോത്രം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലൂടെ വായിക്കണേ. 1 Corinthians 3:11-15. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. അതിനു മുമ്പ് അപ്പോസ്തലനായ പൗലോസ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പണിത കാര്യങ്ങളെക്കുറിച്ച് പലരും പണിതു, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്ന ദൈവമത്രേ, എല്ലാവരും വലിയവൻ, എല്ലാം പറഞ്ഞു വന്നിട്ട് പറയുക, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്നത് അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അവിടെ ആ വാക്യം വളരെ ശ്രദ്ധിച്ചു വായിക്കണം. ഇതെല്ലാം കൂടെ ഒറ്റ കാറ്റഗറി ആയിട്ടാണ് എഴുതിയിരിക്കുന്നതെങ്കിലും അത് വ്യത്യസ്തമായി വെളിപ്പെടാൻ പോകുന്ന ഒരു ദിവസം വരുന്നുണ്ട്. പൊന്ന് ഉപയോഗിച്ച് പണിയുന്നവരുണ്ട്, വെള്ളി ഉപയോഗിച്ച് പണിയുന്നവരുണ്ട്, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവയെല്ലാം ഉപയോഗിച്ച് പണിയുന്നവർ ഉണ്ട്. അതിന്റെ വ്യത്യാസം വെളിപ്പെടാൻ പോവുകയാണ്. അടുത്ത വാക്യം, ആ ദിവസം അതിനെ തെളിവാക്കും. ആ ദിവസം തെളിവാക്കും. എന്തുവാ തെളിവാക്കുന്നത്? എന്തുകൊണ്ടായിരുന്നു നമ്മൾ പണിതുകൊണ്ടിരുന്നത്? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നുകൊണ്ടാണോ പണിതത്? അതോ മരം, പുല്ല്, വൈക്കോൽ ഇവ കൊണ്ടായിരുന്നു നമ്മൾ പണിതത് എന്ന് വെളിപ്പെടുവാൻ പോവുകയാണ്.
അടുത്ത വാക്യം, അത് തീയോടെ വെളിപ്പെട്ടു വരും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഇത് തീയിൽ കൂടെ കടത്തിവിടുന്ന ഒരു ദിവസമുണ്ട്. സംഡേ വിൽ ബി എ പേ ഡേ അല്ലേ? കണക്കെടുപ്പിന്റെ ഒരു ദിവസം വരുന്നുണ്ട്. ആ കണക്കെടുപ്പിന്റെ ദിവസം തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. തീ തന്നെ ശോധന ചെയ്യും അല്ലേ? സൂര്യന്റെ പ്രഭയെ വെല്ലുന്ന പ്രഭയോടുകൂടെ അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുകളോടെ കൂടെ നിൽക്കുന്നവന്റെ മുമ്പിൽ അതെല്ലാം ശോധന ചെയ്യപ്പെടും. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അപ്പൊ ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. വെന്തുപോയാൽ അവന് ഛേദം വരും അല്ലേ? ഛേദം. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. അപ്പൊ ഇത് ശോധന ചെയ്യപ്പെടുമ്പോ അറിയാം പ്രവൃത്തി ഇത് ചെയ്തതെല്ലാം കൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടായിട്ടുണ്ടോ. മരം, പുല്ല്, വൈക്കോലാണെങ്കിൽ എല്ലാം കത്തിപ്പോവും, വെന്തുപോകും. തന്റെ പ്രവൃത്തിയെല്ലാം ഛേദം വരും, നഷ്ടമായി തീരും. താൻ രക്ഷിക്കപ്പെട്ടേക്കാം, എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. തീയിൽ കൂടെ എന്ന പോലെ അത്രേ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ ഓടിയതും അധ്വാനിച്ചതും മഞ്ഞു കൊണ്ടതും മീറ്റിങ്ങിന് വന്നതും ബൈബിൾ സ്റ്റഡിക്ക് ഇരുന്നതും ആരാധിച്ചതും പാടിയതും പ്രസംഗിച്ചതും പൈസ സാമ്പത്തികമായിട്ടെല്ലാം ദൈവരാജ്യത്തിനെന്ന് വരുതിച്ച് കൊടുത്തതും ചെയ്തതും എല്ലാം നഷ്ടമായി പോവുക. എന്തുകൊണ്ടായിരുന്നു നമ്മുടെ പണി? മരവും പുല്ലും വൈക്കോലും ആയിരുന്നു, അതോ പൊന്ന് വെള്ളി വിലയേറിയ കല്ല്? എന്ന് പറഞ്ഞാൽ ഛേദം വരാത്ത, തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ കത്തിപ്പോകാത്ത പ്രവൃത്തികളായിരുന്നു, ദൈവസന്നിധി നിലനിൽക്കുന്ന പ്രവൃത്തിയായിരുന്നു എന്നാ അവിടെ. അല്ലാതെ പൊന്നും വെള്ളിയും എന്നുള്ളതല്ല അവിടെ പരാമർശം നിലനിൽക്കുന്ന പ്രവൃത്തിയായിരുന്നു. മോട്ടീവ് എന്തോ ആയിരുന്നു, ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. ഹലോ, ആ ടാലൻസ് കിട്ടിയ ആളുകളുടെ ആ സന്തോഷം ഒന്ന് നോക്കിക്കേ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മുടെ തന്നെ വ്യൂ, ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതിയും കൂടി എവിടെ വെളിപ്പെടുന്നു. ഉടനെ ചെന്നു, അവർ മടങ്ങി വന്നു, ഗെയിൻ ചെയ്തു, അവർ ലാഭം നേടി, മടങ്ങി വന്നു. യജമാനോട് പറയുക, യജമാനനെ 5 താലന്തല്ലോ അവിടുന്ന് തന്നത്, ഞാനിതാ 5 കൂടെ നേടിയിരിക്കും. ഇത്ര സന്തോഷത്തോടെ പ്രസന്റ് ചെയ്യുക. 2 കിട്ടിയവനും അതുപോലെ തന്നെ പറഞ്ഞു, യജമാനെ 2 താലന്തല്ലോ എനിക്ക് തന്നത്, ഞാൻ 2 കൂടെ നേടിയിരിക്കുന്നു. വിത്ത് ഗ്രേറ്റ് ജോയ്, ത്രിൽ, ദേ വാണ്ടഡ് ടു പ്ലീസ് ദ മാസ്റ്റർ. വളരെ സന്തോഷത്തോടെ, വളരെ ഉത്തേജനത്തോടെ, എക്സൈറ്റ്മെന്റോടെ മാസ്റ്റർ യജമാനനെ പ്രസാദിപ്പിക്കുവാൻ താല്പര്യപ്പെടുക. യജമാനൻ പറഞ്ഞു, വെൽ ഡൺ യു ഫെയ്ത്ത്ഫുൾ സെർവന്റ്, ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. 5 താലന്തുള്ളവൻ കേട്ടു, 2 താലന്തുള്ളവൻ കേട്ടു അല്ലേ? അവർക്ക് അഫർമേഷൻ കിട്ടി, അവർക്ക് അംഗീകാരം കിട്ടി, അവർക്ക് പ്രൊമോഷൻ കിട്ടി അല്ലേ? ഐ ആം ഗോയിങ് ടു ഗിവ് യു മോർ റെസ്പോൺസിബിലിറ്റി. 5 താലന്ത് അന്നത്തെ കാലത്ത് അത്രയും വലിയ തുകയായിരുന്നെങ്കിൽ ഇത് അല്പത്തിൽ നീ വിശ്വസനായിരുന്നെന്ന് യജമാനൻ പറയുന്നു. ഇത് 1.5 മില്യൺ അന്നത്തെ കാലത്ത് വ്യാപാരത്തിന് കൊടുത്തത് ഏറ്റവും ചെറിയ കാര്യമെന്ന് യജമാനൻ. ഞാൻ നിന്നെ അധികത്തിന്, അപ്പം പ്രൊമോഷൻ, അഫർമേഷൻ മാത്രമല്ല, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള അംഗീകാരം മാത്രമല്ല, എന്തുകൂടെ കിട്ടുന്നുണ്ട്? പ്രൊമോഷനായി ഞാൻ നിന്നെ അധികത്തിന് വിചാരകൻ ആക്കും. 3, സെലിബ്രേഷൻ. എന്തുവാ സെലിബ്രേഷൻ? യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിച്ചോളുക. അഫർമേഷൻ, പ്രൊമോഷൻ, സെലിബ്രേഷൻ എല്ലാം കിട്ടുക ആർക്കാ? വിശ്വസ്തയോടെ വ്യാപാരം ചെയ്തവർക്ക്. 3-ാമത്തവനെ അവൻ നേരെ തിരിച്ചവന്ന് പറയുന്നത്, ഐ ന്യൂ യു വെർ എ ഹാർഡ് മാൻ. നീ കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. ഐ ന്യൂ, തന്നെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടാ തുടങ്ങുന്നത്.
യജമാനെ നീ തന്നതല്ലോ ഇങ്ങനെയല്ലോ എന്ന് പറഞ്ഞ മറ്റൊരു തുടങ്ങി, ഇവൻ തുടങ്ങുന്നത് തന്നെ നീ കഠിന മനുഷ്യൻ, ഞാൻ അറിഞ്ഞു നീ കഠിന മനുഷ്യനെന്ന്. ഐ ന്യൂ ദാറ്റ് യു വെയർ എ ഹാർഡ് മാൻ. മാസ്റ്റർ, you entrusted this that is there. You know, interpreting the master as cruel and hard. And, you know, least useful people are the greatest grumblers. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും അധികം പിറുപിറുക്കുന്നതും കുറ്റം പറയുന്നതും ആരായിരിക്കും? സാധാരണ ഏറ്റവും ഉപയോഗമില്ലാത്തവരായിരിക്കും. ഏറ്റവും അധികം ഉപയോഗപ്പെടുന്നവര് you will see a generosity in them. You will see a grace in them in every approach. The least useful are the greatest grumblers. ഇവിടെ നോക്കിയ 3 ദാസന്മാരെ എടുത്ത് ഏറ്റവും ഉപയോഗമില്ലാഞ്ഞ ആള് ഏറ്റവും ഗ്രംബ്ലറായിട്ട് അവൻ അതിനെ എക്സ്ക്യൂസ് പറയുന്നത് എന്തിലാ? യജമാനൻ കഠിന മനുഷ്യൻ, യജമാനൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്ന ആള്, വിതറാത്തടത്ത് നിന്ന് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന ആള്. Knowingly, unknowingly, we also become like this. ഇന്ന് രാവിലെ നമുക്ക് നമ്മെ തന്നെ കർത്താവിൻ്റെ കരത്തിൽ കൊടുക്കാം. കർത്താവിനോട് നമുക്ക് കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. എന്തുവാണ് നമ്മുടെ ഈ താലന്തുകൾ ഉപയോഗിക്കുന്നതിൽ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്? ചില കാര്യങ്ങൾ കൂടി ഇതിലുണ്ട്. ഞാനത് അടുത്ത ആഴ്ചയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാം. സ്തോത്രം. എന്നാൽ ഇന്ന് രാവിലെ കേട്ട വചനം നമുക്ക് ഉപകാരമായി തീരട്ടെ, എനിക്ക് ഉപകാരമായി തീരട്ടെ. ഞാൻ വ്യാപാരം ചെയ്യുന്നതിൽ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയുവാനുള്ള കൃപ എനിക്ക് വേണം. ഇന്ന് രാവിലെ ഉടനെ എർജൻസിയോടെ നമുക്ക് ആ 5 താലന്തും 2 താലന്തും കിട്ടിയവർ ഉപയോഗിച്ചതുപോലെ ഉപയോഗിപ്പാൻ നമുക്കിടയാകണം. വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം. യജമാനന് ലാഭം വരുത്തണം. ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് നാം കാരണമാകണം. അപ്പോസ്തലനായ പൗലോസ് പറയും, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ജയിലിൽ കിടന്നുകൊണ്ടാണ് പറയുന്നത്. ഫിലിപ്പിയർക്ക് എഴുതുമ്പോൾ പറയുക, ഫിലിപ്പിയ ലേഖനത്തിൽ പറയുക, ഞാൻ ജയിലിൽ കിടക്കുന്നു ഫിലിപ്പിയരെ, എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിയണം, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സ്തോത്രം. എനിക്കെന്ത് ഭവിച്ചാലും, രോഗം വന്നാലും, പീഡ വന്നാലും, ഉപദ്രവം വന്നാലും, സമ്പത്ത് കൂടിയാലും സമ്പത്ത് കുറഞ്ഞാലും, കഷ്ടത ഉണ്ടായാലും, വേദനയായാലും, സ്തോത്രം, സുവിശേഷം അഭിവൃദ്ധിപ്പെടണം, സുവിശേഷം അഭിവൃദ്ധിപ്പെടണം. സ്തോത്രം. ഇന്ന് രാവിലെ കർത്താവിൻ്റെ കരത്തിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച കൃപയ്ക്കായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആരാധനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി എ കുര്യൻ ആരാധനയിലേക്ക് നമ്മെ നയിക്കും. ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം.